കേരളത്തിൽ നിന്നുള്ള വിഡ്ഢികളായ CPM നേതാക്കളുടെ പട്ടികയിലാണ് മലയാളികൾ ജേക്ക് സി തോമസിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സവിശേഷമായിട്ടുള്ള ഭാഷാശൈലിയും വാക്പ്രയോഗങ്ങളും അന്ധമായി CPMനെ ന്യായീകരിക്കുന്ന സമീപനങ്ങളും കൊണ്ട് തന്നെയാണ് ജേക്കിന് ഇത്തരമൊരു പരിവേഷം മലയാളികൾ ചാർത്തിക്കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പരിവേഷം ഉള്ളതുകൊണ്ട് തന്നെയാണ് 3 വട്ടം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോഴും ഈ യുവ നേതാവിന് കനത്ത പരാജയം നേരിടേണ്ടി വന്നത് എന്ന യാഥാർത്ഥ്യവും നമ്മൾ മറന്നുപോകുവാൻ പാടില്ല. എന്നാൽ ഇപ്പോൾ തൻ്റെ ഈ പ്രതിച്ഛായയിൽ സമൂലമായിട്ടുള്ള ഒരു മാറ്റം സൃഷ്ടിക്കുവാനായി ചില മാധ്യമ പ്രവർത്തകരെ കൂട്ടുപിടിച്ച് ജേക്ക് സി തോമസ് ചില നീക്കങ്ങൾ നടത്തുന്നു എന്നതിൻ്റെ സൂചനകളാണ് കേരള രാഷ്ട്രീയത്തിൽ പുറത്തു വരുന്നത്. ജേക്ക് ഈ നീക്കങ്ങൾ നടത്തുന്നത് കൃത്യമായ ഒരു ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടുണ്ടെന്നും രാഷ്ട്രീയ വൃത്തങ്ങളിൽ അനുമാനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതായത് DYFIയുടെ സംസ്ഥാന അധ്യക്ഷ പദവി ലക്ഷ്യമിട്ട് ജേക്ക് നടത്തുന്ന നീക്കങ്ങളാണ് ഇതെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങളിലെ അണിയാര സംസാരങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഈ ഒരു വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഈ വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായി പ്രിയപ്പെട്ട പ്രേക്ഷകർ കേരള സ്പീക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾക്കുള്ള പിന്തുണ ഇനിയും തുടരണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ CPM രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചലനമുണ്ടാക്കിയ ഒരു വാർത്തയായിരുന്നു DYFIയുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ ചിന്താ ജെറോമിനെ നിയോഗിച്ചു എന്നുള്ളത്. അതായത് ചിന്താ ജെറോമിൻ്റെ പേരാണ് പാർട്ടി നിർദ്ദേശിക്കുന്നത് എന്ന സന്ദേശമാണ് DYFI സംസ്ഥാന നേതൃത്വത്തിന് MV ഗോവിന്ദൻ എന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കൈമാറിയിട്ടുള്ളത്. DYFIയുടെ സംസ്ഥാന സമ്മേളനങ്ങൾ നാളെ മുതൽ, അതായത് ഓഗസ്റ്റ് മാസം 19-ാം തീയതി മുതൽ തുടങ്ങാനിരിക്കെയാണ് ഗോവിന്ദൻ്റെ ഈ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ CPM വൃത്തങ്ങളിൽ വലിയ ചർച്ചയായത്. CPMനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ നേതൃത്വത്തിൽ ഗോവിന്ദനും പിണറായിയും കടിച്ചു തൂങ്ങുന്നത് പാർട്ടിയുടെ അധോഗതിക്ക് കാരണമാകുന്നു എന്ന വിലയിരുത്തലും വികാരവുമാണ് ഭൂരിപക്ഷം പാർട്ടിയെ സ്നേഹിക്കുന്ന അണികൾക്കുമുള്ളത്. അതിനാൽ തന്നെ ഗോവിന്ദൻ്റെ ഇംഗിതങ്ങൾക്കനുസരിച്ച് മുന്നേറിയാൽ അത് പാർട്ടിയുടെ സർവനാശത്തിനും DYFIയുടെ സർവനാശത്തിനും വഴിവെക്കുമെന്ന് പാർട്ടിക്കുള്ളിലെയും DYFIക്കുള്ളിലെയും ഒരു പ്രബല വിഭാഗം ഇപ്പോൾ തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. അതിനാൽ ചിന്താ ജെറോമിനെ അംഗീകരിക്കുവാൻ കഴിയില്ല എന്ന നിലപാട് സംസ്ഥാന സമ്മേളന വേദിയിൽ ഇവർ സ്വീകരിക്കുമെന്നും സൂചനകളുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ജേക്ക് സി തോമസ് ഈ ഒരു പദവി ലക്ഷ്യമിട്ടുകൊണ്ട് ചില കരുനീക്കങ്ങൾ ശക്തമാക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFനുണ്ടാകാൻ പോകുന്ന ദയനീയ പരാജയം ജേക്ക് സി തോമസ് എന്ന നേതാവ് നേരത്തെ തന്നെ പ്രവചിച്ചിരുന്നു എന്ന് ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ് ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പേര് സനീഷ് എന്നാണ്. ന്യൂസ് മലയാളം 24x7 എന്ന കേരളത്തിലെ ഒരു വാർത്താ ചാനലിലെ വാർത്താ മുഖം കൂടിയാണ് സനീഷ് എന്ന് പറയുന്ന വ്യക്തിത്വം. CPMന് വേണ്ടി വിടുപണി ചെയ്യുന്ന കാര്യത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇപ്പോഴും ന്യൂസ് മലയാളം 24x7 ഒരു വിട്ടുവീഴ്ചയും കാണിച്ചിട്ടില്ല എന്നതും ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ടതാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ നാടകീയമായിട്ടാണ് സനീഷ് ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്: കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ കാലത്ത് വാർത്താ അവലോകന പരിപാടികളുമായി, തെരഞ്ഞെടുപ്പ് അവലോകന പരിപാടികളുമായി കേരളത്തിലുടനീളം സന്ദർശിച്ചപ്പോൾ താൻ ജയിക്കിനെ കണ്ടുമുട്ടി എന്നാണ്. ആ ഘട്ടത്തിൽ എന്താണ് നിങ്ങളുടെ വിലയിരുത്തൽ, എന്താണ് LDFൻ്റെ സാധ്യതയെക്കുറിച്ച്, CPMൻ്റെ സാധ്യതയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയിരുത്തലെന്ന് ജേക്ക് തന്നോട് ചോദിച്ചു എന്നും സനീഷ് പറയുന്നുണ്ട്. അപ്പോൾ 70 മുതൽ 76 വരെ സീറ്റുകൾ LDF നേടുവാൻ ഇപ്പോഴും സാഹചര്യമുണ്ടെന്ന് താൻ മറുപടി പറഞ്ഞു എന്നാണ് സനീഷ് പറയുന്നത്. ചുറ്റുമുണ്ടായിരുന്നവരെല്ലാം പിരിഞ്ഞു പോയതിനു ശേഷം താൻ ഇത്തരമൊരു വിലയിരുത്തലിനോട് യോജിക്കുന്നില്ല എന്ന് ജേക്ക് തനിക്ക് മറുപടി നൽകിയെന്നും 100-ലധികം സീറ്റുകൾ UDF നേടിയാലും അതിൽ അത്ഭുതപ്പെടാനില്ല എന്നുമാണ് ജേക്കിൻ്റെ മറുപടി എന്നായിരുന്നു സനീഷ് ഇപ്പോൾ വെളിപ്പെടുത്തൽ നടത്തിയിട്ടുള്ളത്. അതായത് വളരെയധികം യാഥാർത്ഥ്യബോധമുള്ള, കാര്യങ്ങൾ മുൻകൂട്ടി കാണുവാൻ കഴിയുന്ന ഒരു CPM നേതാവാണ് ജേക്ക് സി തോമസ് എന്ന ഒരു പരിവേഷം അദ്ദേഹത്തിന് ചാർത്തി കൊടുക്കുവാൻ വേണ്ടിയിട്ടാവാം ഇപ്പോൾ ഈ ഒരു അനവസരത്തിൽ സനീഷ് ഈ വെളിപ്പെടുത്തൽ നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ പാർട്ടിയുടെ യാഥാർത്ഥ്യം, ഗോവിന്ദൻ്റെയും പിണറായിയുടെയും നേതൃത്വത്തിലുള്ള പാർട്ടിയുടെ അധപതനം, ഇതെല്ലാം ജേക്ക് മുൻകൂട്ടി കണ്ടിരുന്നു എന്നൊരു നറേറ്റീവ് സൃഷ്ടിക്കുന്നതിന് വേണ്ടി കൂടിയാവാം ഇത്തരം ഒരു നീക്കവുമായി സനീഷിനെ കൂട്ടുപിടിച്ച് ജേക്ക് സി തോമസ് കളത്തിലിറങ്ങിയിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചിന്താ ജെറോമിനെ അംഗീകരിക്കുവാൻ പാർട്ടിയിലെ DYFIയിലെ ഒരു പ്രബല വിഭാഗം ഡെലിഗേറ്റുകൾ സംസ്ഥാന സമ്മേളന വേദിയിൽ തയ്യാറാകാതിരുന്നാൽ അവിടെ തനിക്കൊരു സാധ്യതയുണ്ട് എന്നാണ് ജേക്ക് സി തോമസ് വിലയിരുത്തുന്നത്. അതുപോലെ തന്നെ ചിന്താ ജെറോമിനെ പോലുള്ള നേതാക്കളെ മുൻനിർത്തി ഇപ്പോൾ പാർട്ടിക്ക് ഒരു കാലത്ത് പ്രിയങ്കരനായിരുന്ന, പാർട്ടി നേതൃത്വത്തിന് ഒരു കാലത്ത് പ്രിയങ്കരനായിരുന്ന, അവർക്ക് വേണ്ടി എല്ലാ വിടുപണിയും ചെയ്ത് അവരെ ന്യായീകരിച്ച് സ്വന്തം പ്രതിച്ഛായ പോലും നഷ്ടമായ തന്നെ പാർട്ടിക്കാർ അവഗണിക്കുന്നു എന്നും ജേക്കിനൊരു വികാരമുണ്ടായിരിക്കാനും സാധ്യതയുണ്ട്. അതിനാൽ തന്നെ ചിന്തയെ പ്രതിരോധിക്കുവാൻ DYFIയിലെ എതിർവിഭാഗം പുറത്തിറങ്ങുമ്പോൾ ഈ ഒരു അവസരത്തിൽ അവരുടെ ഒരു പ്രതിനിധിയായി നിന്നുകൊണ്ട് DYFIയുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുവാനായിരിക്കണം ജേക്ക് സി തോമസ് ആഗ്രഹിക്കുന്നത്.
അത്തരത്തിൽ ഒരു അധ്യക്ഷ പദവിയിലേക്ക് താൻ പരിഗണിക്കപ്പെടണമെങ്കിൽ പാർട്ടി നേതൃത്വവുമായി കൃത്യമായ അകൽച്ചയുള്ള, പാർട്ടി നേതൃത്വത്തിൻ്റെ സമീപനങ്ങളോട് യോജിപ്പില്ലാത്ത, പാർട്ടി നേതൃത്വത്തിൻ്റെ തെമ്മാടിത്തരങ്ങൾ കൃത്യമായി മുൻകൂട്ടി തന്നെ തിരിച്ചറിഞ്ഞിരുന്ന, അത് പാർട്ടിക്ക് ആഘാതമുണ്ടാകുമെന്ന് മനസ്സിലാക്കിയിരുന്ന നേതാവ് എന്ന പ്രതിച്ഛായ ജെയ്ക് സി തോമസിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. നിലവിൽ അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ പാർട്ടി നേതൃത്വത്തിനോട് അടിമപ്പെട്ട് നിൽക്കുന്ന ഒരു അന്തം കമ്മിയുടേതാണെങ്കിൽ ഇതിൽ നിന്ന് ഒരു സമൂലമായിട്ടുള്ള മാറ്റമാവണം തനിക്കുണ്ടാവേണ്ടത് എന്ന കൃത്യമായ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കണം. പാർട്ടി നേതൃത്വത്തിനു വേണ്ടി വിടുപണി ചെയ്യുവാൻ മടിയില്ലാത്ത ഈ സനീഷിനെ കൂട്ടുപിടിച്ച് ജെയ്ക്ക് ഇത്തരമൊരു നീക്കം നടത്തുന്നത്. എന്നാൽ ജെയ്ക്കിൻ്റെ ഈ നീക്കങ്ങൾ എത്രമാത്രം ഫലപ്രാപ്തിയിലെത്തും എന്ന് നമുക്ക് പറയുവാൻ കഴിയുകയില്ല. കാരണം ന്യൂസ് മലയാളം 24/7 വേണ്ടി അന്ധമായി CPM-നെ ന്യായീകരിച്ചുകൊണ്ട്, CPM-ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മഹാവിജയം പ്രവചിച്ചുകൊണ്ട്, ഇപ്പോഴും CPM-ന് വേണ്ടി വ്യാജ വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ട് ജനങ്ങൾക്ക് മുമ്പിൽ വിശ്വാസ്യത നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തകൻ കൂടിയാണ് ഈ സനീഷ് എന്ന യാഥാർത്ഥ്യവും ഈ ഘട്ടത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. അതിനാൽ തന്നെ ഈ സനീഷിൻ്റെ ഈ വാക്കുകൾക്ക് ജനങ്ങൾ DYFIയിലെ മാറ്റം ആഗ്രഹിക്കുന്ന യുവതലമുറ എത്രമാത്രം പ്രാധാന്യം നൽകുമെന്നും ഇത് വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവർ ജെയ്ക് സി തോമസിനെ തങ്ങളുടെ നേതാവായി മുന്നിൽ നിർത്തുമെന്നും നമുക്കൊരിക്കലും കണക്കാക്കുവാൻ കഴിയുകയില്ല. എന്നാൽ ജെയ്ക്കിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ ഉത്തരത്തിലിരിക്കുന്നത് എടുക്കാനും പറ്റിയില്ല, കഷത്തിലിരുന്നത് പോവുകയും ചെയ്തു എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തും എന്ന കാര്യത്തിലും തർക്കം വേണ്ട. കാരണം ഇത്തരമൊരു വെളിപ്പെടുത്തൽ ജെയ്ക്ക് നടത്തിയെന്ന് ഒരു മാധ്യമപ്രവർത്തകനെ കൊണ്ട് പറയിക്കുമ്പോൾ തന്നെ ജെയ്ക്ക് CPM-ൻ്റെ ഇപ്പോഴത്തെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ കണ്ണിലെ കരടായി മാറും എന്നുള്ളതാണ് വസ്തുത. അങ്ങനെ സംഭവിച്ചാൽ ജെയ്ക് സി തോമസിന് ഇനി അങ്ങോട്ട് പാർട്ടിക്കുള്ളിൽ വലിയ ഭാവിയില്ല എന്നും നമ്മൾ വിലയിരുത്തേണ്ടിയിരിക്കുന്നു. സ്വന്തം തട്ടകമായ കോട്ടയത്ത് പോലും ജെയ്ക്കിനിപ്പോൾ കാര്യമായ പരിഗണനകൾ ലഭിക്കുന്നില്ല എന്നതാണ് വാസ്തവം. ജെയ്ക്കിനെ സംബന്ധിച്ചിടത്തോളം VN വാസവൻ ഒരു ഘട്ടത്തിലും അദ്ദേഹത്തെ അംഗീകരിക്കുവാൻ തയ്യാറായിട്ടുള്ള ഒരു നേതാവല്ല. ഇതുമായി ബന്ധപ്പെട്ട് ഒരു അനുബന്ധ കഥ കൂടി എനിക്ക് പ്രേക്ഷകർക്കായി പങ്കുവെക്കുവാനുണ്ട്. VN വാസവൻ്റെ ഏറ്റവും വലിയ അടുപ്പക്കാരനായിരുന്ന, ചിലരെല്ലാം അദ്ദേഹത്തിൻ്റെ ബിനാമി എന്ന് ആരോപിക്കുന്ന ബോണ്ട രാജു എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു വ്യവസായിയുടെ മദ്യശാലയാണ് കഴിഞ്ഞ ദിവസം മണർകാട് എക്സൈസ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ലൈസൻസ് റദ്ദ് ചെയ്ത് സീൽ ചെയ്യപ്പെട്ടത്. അതായത് സമയക്രമം പാലിക്കാതെ പുലർച്ചെ 6 മണിക്ക് പോലും മദ്യം വിറ്റതിനാണ് ഈ ബാറിന് എക്സൈസ് മന്ത്രി പൂട്ടിട്ടത്. ഏതൊക്കെയാണെങ്കിലും ഈ ബാർ പ്രവർത്തിച്ചിരുന്നത് ജെയ്ക്കിൻ്റെ വീടിൻ്റെ നേരെ എതിർവശത്തായിട്ടായിരുന്നു. സമയക്രമം പോലും പാലിക്കാതെ ഈ ബാർ പ്രവർത്തിക്കുന്നത് ജേക്കബിൻ്റെ കുടുംബത്തിൻ്റെ സ്വൈര ജീവിതത്തെ പോലും ബാധിച്ചിരുന്നുവെന്ന് ആ നാട്ടുകാർ ചൂണ്ടിക്കാട്ടാറുണ്ട്. എന്നാൽ വാസവൻ്റെ ഇഷ്ടക്കാരൻ്റെ ബാറിനെതിരെ എന്തെങ്കിലും ചെയ്യുവാൻ ജെയ്ക്കിന് ആ ഘട്ടത്തിൽ സാധിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അധികാരമാറ്റമുണ്ടായതിന് തൊട്ടു പിന്നാലെ ഈ ബാറിന് പൂട്ട് വീഴുമ്പോൾ അവിടെയും ഏറ്റവും അധികം ആശ്വസിക്കുന്ന, സന്തോഷിക്കുന്ന ഒരു വ്യക്തിത്വം ജെയ്ക് സി തോമസ് ആയിരിക്കും. കാരണം അദ്ദേഹത്തിന് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഒരു വെടിക്ക് 2 പക്ഷി എന്നതുപോലെയാണ്. അതായത് തൻ്റെ വീടിൻ്റെ നേരെ എതിർവശത്തുള്ള തങ്ങൾക്ക് നിരന്തരം ശല്യം സൃഷ്ടിക്കുന്ന ഒരു ബാർ പൂട്ടുന്നു എന്ന് മാത്രമല്ല, അതിൻ്റെ പേരിൽ VN വാസവൻ ആരോപണ വിധേയനാകുന്നു എന്നുള്ളതും ജെയ്ക്കിനെ സന്തോഷിപ്പിക്കുന്ന കാര്യമാണ്. VN വാസവൻ യുഗത്തിന് കോട്ടയം CPM-ൽ അന്ത്യം വന്നാൽ മാത്രമേ തനിക്ക് CPM രാഷ്ട്രീയത്തിൽ, കോട്ടയം രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ഭാവിയുള്ളൂ എന്ന് നേരത്തെ തന്നെ ജെയ്ക് സി തോമസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. തൻ്റെ അടുപ്പക്കാരോട് അദ്ദേഹം ഇത് രഹസ്യമായി പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം മുന്നിൽ നിർത്തുമ്പോൾ ജെയ്ക് സി തോമസ് ഒരു മാറ്റത്തിൻ്റെ പ്രതീകമായി ഉയർന്നു വരുവാൻ തൻ്റെ പ്രതിച്ഛായയിൽ ഒരു മാറ്റം കൊണ്ടുവരുവാൻ ശ്രമിക്കുകയാണ്. ജെയ്ക് സി തോമസിനെ സംബന്ധിച്ചിടത്തോളം DYFIയുടെ സംസ്ഥാന നേതൃത്വത്തിൽ എത്തുക എന്നുള്ളത് ഏറെ അഭിമാനകരമായിട്ടുള്ളൊരു വിഷയമാണ്. അതിനവസരം ലഭിച്ചാൽ തനിക്ക് തൻ്റെ പ്രതിച്ഛായയിൽ സമൂലമായുള്ളൊരു മാറ്റം സൃഷ്ടിച്ചുകൊണ്ട് ഒരു പക്ഷേ നാളുകളിൽ CPM-ന് ഒരു മടങ്ങിവരവിനുള്ള സാധ്യതയുണ്ടാകുമ്പോൾ അതുമൂലം വലിയ രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നതിന് അദ്ദേഹത്തെ കുറ്റം പറയുവാനും സാധിക്കുകയില്ല. എന്നാൽ ഈ വൈകിയ വേളയിൽ ഒരു ക്രെഡിബിലിറ്റി ഇല്ലാത്ത മാധ്യമപ്രവർത്തകനെ കൊണ്ട് ഇത്തരമൊരു വെളിപ്പെടുത്തൽ നടത്തിയതിൻ്റെ പേരിൽ ജെയ്ക്കിൻ്റെ പ്രതിച്ഛായയ്ക്ക് മാറ്റം ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ന്യായമായും എനിക്ക് ചില സംശയങ്ങളുണ്ട് എന്നതും വസ്തുതയാണ്. ഏതൊക്കെയാണെങ്കിലും ജെയ്ക് സി തോമസിൻ്റെ ഈ ശ്രമങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദാംശങ്ങൾ, DYFIയുടെ അധ്യക്ഷ പദവിയിലേക്ക് ചിന്താ ജെറോമിനെ വെട്ടിനിരത്തിക്കൊണ്ട് എത്തിച്ചേരുവാനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദാംശങ്ങൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.